ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ലതും മനോഹരമായിരിക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വേറിട്ട പഠനം എന്നുള്ള ഈ പ്രോഗ്രാമിൽ കൂടി ദൈവത്തിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ഈ നിമിഷമായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കേൾവിക്കരായ നല്ല പ്രിയപ്പെട്ടവരെ അങ്ങടത്തിൽ കല്ലേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം അവർക്ക് പ്രയോജനമായി തീരാൻ കർത്താവിനെ സഹായിക്കണം. സംസാരിപ്പാനടിയനെ ബലപ്പെടുത്താൻ ശക്തിരിക്കും ചെയ്യുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സ്തോത്രം സകലതും യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനം എന്നുള്ള പ്രോഗ്രാമിൽ കൂടി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. തിരുവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ഈ നിമിഷം നമ്മളായിരിക്കുന്നല്ലോ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എടുത്തു ധരിക്കുന്ന ഓരോ വിഷയങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലരൊക്കെ വിളിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇടയായിരുന്നു. അതൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രയോജനമായി തീർന്നു എന്ന് കേൾക്കുവാൻ സാധിച്ചതിൽ സന്തോഷിക്കുകയും ആത്മാർത്ഥമായി അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെയും നിങ്ങളുടെ ഓരോരുത്തരും ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസം വായിച്ച വാക്യം തന്നെ ഒന്നുകൂടെ വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 111 സങ്കീർത്തനം 11 വാക്യം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ഈ വാക്യത്തെക്കുറിച്ച് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമുക്ക് അല്പമായി ചിന്തിക്കുവാനിടയായിത്തീർന്നു. യഹോവ ഭക്തി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാനിടയായിത്തീർന്നു. യഹോവ ഭക്തനാരാണ്, യഹോവ ഭക്തൻ്റെ ഗുണങ്ങൾ, ദൈവഭാഗത്തു നിന്നും ലഭിക്കപ്പെടുന്ന ചില നന്മകൾ ഏതൊക്കെയാണെന്ന് അല്പമായി ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്നും അതേ വാക്യം തന്നെ വായിച്ചിരിക്കുന്നു. അതിൽ നിന്നും മറ്റു ചില കാര്യങ്ങളോട് ഓർപ്പിക്കുവാൻ ഇടയായിത്തീരുന്നു. അതിൻ്റെ 2 ഭാഗം ഇങ്ങനെയാണ് വായിച്ചു കേട്ടിരിക്കുന്നത്. ഒരു വാക്ക്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്നാണ് വാക്യം. അതിൽ 2 ഭാഗമായി നിൽക്കേണ്ടത് ജ്ഞാനം എന്നുള്ള വാക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് യഹോവ ഭക്തി, യഹോവ ഭക്തൻ്റെ ഗുണവിശേഷങ്ങൾ ആണെങ്കിൽ അതിൻ്റെ 2ാമത്തെ പദം ജ്ഞാനം എന്നുള്ള പദത്തെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ അല്പമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ജ്ഞാനം എന്ന് പറയപ്പെടുന്നത് എന്തുവാണ്? യഹോവ ഇവിടെ വായിച്ചു കേട്ടത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവയോടുള്ള ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനം ഉണ്ടെങ്കിൽ യഹോവ ഭക്തി ഉണ്ടായിരിക്കും. നമുക്കൊരു വേദവാക്യം കൂടെ നമുക്ക് നോക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 28 അധ്യായം അതിൻ്റെ 28 വാക്യം ഇങ്ങനെ വായിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. ഇവിടെ വായിച്ചു കേട്ടിങ്ങനെ കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം. അത് കർത്താവിനോട് അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനം എന്നാണ് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ജ്ഞാനം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ലഭിച്ചാൽ ഒരു ദൈവഭക്തി തൻ്റെ ജീവിതത്തിൽ ഉളവാകും എന്നുള്ളതിനെക്കുറിച്ച് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊന്നും വിവരിക്കാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. നേരെ നമുക്ക് ചില വിഷയങ്ങൾ കൂടി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ജ്ഞാനം എന്ന് പറയുന്നതിന്
ഗ്രീക്കിൽ സോഫിയ എന്നുള്ള പദമാണ്. അതിനർത്ഥം സാമർഥ്യം, വൈദഗ്ധ്യം എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്താലുള്ള ഒരു ജ്ഞാനം ആണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുമ്പോൾ ഒരു സാമർഥ്യം എന്നുള്ളതാണ്. നമുക്ക് പറയും സാമർഥ്യമുള്ള വ്യക്തിയാണ്, നല്ല വൈദഗ്ധ്യം ഉള്ള വ്യക്തിയാണ് എന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ അങ്ങനെയുള്ള കഴിവിനെ നമ്മൾ പ്രശംസിക്കുവാനിടയായിത്തീരും, എല്ലാവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീരും. അപ്പം അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ആ സാമർഥ്യത്തോടുള്ള ചില അറിവിനെയാണ് ജ്ഞാനം എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടുത്തെ അർത്ഥം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കാൻ പോകുന്നത് ജ്ഞാനം അതെന്താണ്, വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ജ്ഞാനത്തെക്കുറിച്ച് ഏതൊക്കെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഈ ജ്ഞാനം എങ്ങനെ ലഭിക്കും, ജ്ഞാനി ആരാണ്, ഇത്യാദി വിഷയങ്ങളാണ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് തിരുവചന പഠനത്തിലേക്ക് നമുക്കൊന്നും കൂടെ ശ്രദ്ധ തിരിക്കാം. ഒന്നാമത്തെ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. നോട്ട് എഴുതുന്നവർ ഇങ്ങനെ എഴുതിയാട്ടെ, ജ്ഞാനം എന്ന ഹെഡിങ് കൊടുക്കുക. ഇനി ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് ജ്ഞാനം എന്നാൽ എന്ത് എന്നതിനെക്കുറിച്ച് വേദപുസ്തകം എന്തു പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത് നാം വായിക്കാൻ ആഗ്രഹിക്കുന്ന യെശയ്യാപ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എന്നാൽ ഇശായുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഇവിടെ നാം വായിച്ചു കേട്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വാക്യമാണ് വായിച്ചിരിക്കുന്നത്. യെശയ്യാപ്രവചനം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇശായുടെ കുറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, ആ വ്യക്തിയുടെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ആത്മാവിനെക്കുറിച്ച് ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ. വിവിധ രീതിയിൽ പിന്നെയും പല ഭാഗത്തായിട്ടും ഈ ആത്മാവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവചനം നാം പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്, എന്താണ് ഇവിടെ എഴുതിക്കുന്നത്? ഇത്രയും ആത്മാവുണ്ട് എന്നാണ് അർത്ഥം. ആത്മാവ് ഒന്നേ ഉള്ളൂ, അത് വിവിധ രീതികളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അർത്ഥം എന്ന് പറയുന്നത്. ആ വിഭജനം എന്ന് പറയുന്നത് അത് ജ്ഞാനത്തിൻ്റെ ആത്മാവായിട്ട് പ്രവർത്തിക്കും, വിവേകത്തിൻ്റെ ആത്മാവായിട്ട് പ്രവർത്തിക്കും, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവായിട്ട് പ്രവർത്തിക്കും. അങ്ങനെ വിവിധ രീതികളിൽ അത് മനുഷ്യനിൽ പ്രവർത്തനമാകും അല്ലെങ്കിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളിങ്ങനെ എഴുതണം, ദൈവാത്മാവിൻ്റെ ഒരു ഘടകമാണ് ജ്ഞാനം എന്ന് പറയപ്പെടുന്നത്. ദൈവാത്മാവിൻ്റെ ഒരു ഘടകം, അല്ലെങ്കിൽ ഇവിടെ ആത്മാവ് ഒന്നേ ഉള്ളൂ. അതാ വിഷയം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആത്മാവ് ഒന്നേ ഉള്ളൂ, അത് വിവിധ രീതികളിൽ പ്രവർത്തിക്കും. ഞാൻ അതിന് ഒരു ഉദാഹരണമായി നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കറണ്ടിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളതാണല്ലോ. കറണ്ട് അതൊരു ശക്തിയാണ്.
എന്നാൽ അതിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ അതിൻ്റെ പവർ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അല്ലേ? നമ്മുടെ വീടുകളിലെല്ലാം ഉള്ളതാണ് കറണ്ട് ഉള്ളതായിട്ട്. ആ കറണ്ടിനെ നാം കാണുന്നില്ലെങ്കിലും ആ കറണ്ട് ഉപയോഗിച്ച് പല ഉപകരണങ്ങൾ നമുക്കത് പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാറുണ്ട്, പല ഉപകരണങ്ങളും. ഇപ്പോൾ കറണ്ട് എന്ന് പറയപ്പെടുന്ന ആ ശക്തി അതൊരു ബൾബിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രകാശം കിട്ടുവാനിടയായിത്തീരും. ആ കറണ്ട് തന്നെ ഒരു മിക്സിയിലേക്ക് കൊടുത്താൽ ധാന്യങ്ങൾ പൊടിച്ച് കിട്ടുവാനായിട്ട് ഇടയായിത്തീരും. അത് ടി വിയിലാണെങ്കിൽ നമുക്കത് പിക്ചറുകൾ കാണാനായിട്ട് പറ്റും. അങ്ങനെ വിവിധ ഏത് മാധ്യമങ്ങളിലാണോ, അല്ല മൈക്ക് സെറ്റിലേക്കാണെങ്കിൽ നമുക്ക് ശബ്ദം വളരെ ഭംഗിയായിട്ട് വലുതായിട്ട് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇങ്ങനെ വിവിധ രീതികളിൽ അത് പ്രവർത്തിക്കാൻ ഇടയായിത്തീരും. നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള, നമുക്ക് ഉപയോഗിക്കുന്ന ഏത് ഉപകരണമാണോ ആ ഉപകരണത്തിൻ്റെ ഗുണം അത് പ്രതിഫലിപ്പിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ കറണ്ട് എന്ന് പറയപ്പെടുന്നത് ഒന്നേ ഉള്ളൂ. ആ കറണ്ട് ഏത് ഉപകരണത്തിലേക്കാണോ ചെല്ലുന്നത് ആ ഉപകരണത്തിൻ്റെ സ്വഭാവം അത് വെളിപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ദൈവാത്മാവിൻ്റെ പ്രവർത്തനവും നമ്മിൽ പ്രയോജനപ്പെടുന്നത്. ആത്മാവ് ഒന്നേ ഉള്ളൂ, പക്ഷേ അത് വിവിധ രീതികളിൽ വിവിധ തലത്തിലുള്ള എല്ലാ മനുഷ്യരുടെയിലും പ്രവർത്തിക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ആ കൃപയനുസരിച്ച് അതിനെ പ്രതിഫലിപ്പിക്കുവാൻ ഇടയായിത്തീരും എന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവയുടെ ആത്മാവ് ആവസിക്കവന് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും. അപ്പം ജ്ഞാനത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ ഇടയായിത്തീരും. അതുപോലെ തന്നെ അത് ബലത്തിൻ്റെ ആത്മാവാണ്. പഴയ ചില ഭക്തന്മാർക്ക് ബലത്തിൻ്റെ ആത്മാവ് കൊടുക്കുവാനിടയായിത്തീരുന്നു. അങ്ങനെ വിവിധ രീതികളിൽ അത് പ്രവർത്തിച്ചു, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. അന്നും പ്രവർത്തിക്കുന്നു, ഇന്നും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം വിവിധ രീതികളിൽ ശുശ്രൂഷ തലത്തിലാണെങ്കിലും ഏത് രംഗങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന കൃപ അനുസരിച്ചാണ് അത് വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. അപ്പം എഴുതിയിടേണ്ടത് ദൈവാത്മാവിൻ്റെ ഒരു ഘടകമാണ് ജ്ഞാനം എന്ന് പറയപ്പെടുന്നത്. അത് നമ്മൾ പ്രാപിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. രണ്ടാമത് വായിക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 8-ാമത് വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 8-ാമത് വാക്യം വായിക്കുന്നു. ഇവിടെ എഴുതേണ്ടത് സഭയ്ക്ക് കൊടുത്ത കൃപാവരങ്ങളിൽ ഒന്നാണ് ജ്ഞാനം. സഭയ്ക്ക് കൊടുത്ത കൃപാവരങ്ങളിൽ ഒന്നാകുന്നു ജ്ഞാനം. 1 കൊരിന്ത്യർ 12:8 ഇങ്ങനെ വായിക്കുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുന് വീര്യപ്രവൃത്തികൾ. ഇങ്ങനെ തുടർന്നുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ദൈവം കൃപാവരങ്ങൾ കൊടുക്കുമ്പോൾ സഭയ്ക്ക് കൊടുത്ത കൃപാവരങ്ങളിൽ വ്യത്യസ്ത രീതികളിലും വിവിധങ്ങളായിട്ടും അതിനെ വിഭജിച്ച് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജ്ഞാനം എന്ന് പറയപ്പെടുന്നതും ഈ കൃപാവരങ്ങളിൽ ഒന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കൃപ എന്താണ്, അല്ലെങ്കിൽ വരപ്രാപ്തി എന്താണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് ആ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനമായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ സഭയ്ക്ക് കൊടുത്ത കൃപാവരങ്ങളിൽ ഒന്നാണ് ഈ ജ്ഞാനം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ 12-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ അനേക കൃപാവരങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. ഇനിയും മറ്റ് പല പുസ്തകങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ
കൃപാവരങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഞാൻ വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ സഭയ്ക്ക് കൊടുത്ത കൃപാവരങ്ങളിൽ ഒന്നാണ് ജ്ഞാനം എന്ന് പറയപ്പെടുന്നത്. അത് അന്നത് കൊടുത്തെങ്കിലും ഇന്നും അത് പ്രവർത്തിക്കുന്നു. ആ ജ്ഞാനത്താൽ ദൈവം നമ്മെ നിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. മൂന്നാമത്തെ പോയിൻ്റ് എഴുതേണ്ടത് ജ്ഞാനാത്മാവ്. ജ്ഞാനാത്മാവ്. പുറപ്പാട് പുസ്തകം 28:3, 35:30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ജ്ഞാനാത്മാവ്. അവിടെ നാം വായിച്ചിരിക്കുന്നത് എഴുതിയിരിക്കുന്ന നമുക്ക് ചിന്തിക്കാം. 28-ാം അധ്യായം 28-ന്റെ 3-ാം വാക്യം. 28-ന്റെ 3-ാം വാക്യം. അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ വിശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം. ഇവിടെ എൻ്റെ 1 മുതൽ വാക്യം, നിൻ്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിൻ്റെ അടുക്കൽ വരുത്തുക. ചില കാര്യങ്ങൾ സമാഗമന കൂടാരത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിലും ശുശ്രൂഷാ തലത്തിലുള്ള അവിടെ പുരോഹിതന്മാരുടെ വസ്ത്രത്തെക്കുറിച്ചൊക്കെ ഇതെല്ലാം സകലവിധ പണികളെക്കുറിച്ചും പറയുമ്പോൾ കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2-ാമത് വാക്യം, നിൻ്റെ സഹോദരനായ അഹരോന് വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. ഒരു വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. അപ്പോൾ തന്നെ 3-ാം വാക്യം, അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ വിശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്നുള്ള കാര്യം ഞാൻ അല്ലെങ്കിൽ ദൈവം ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോട്. അപ്പോൾ കുറച്ച് പേർക്ക് ജ്ഞാനാത്മാവ് കൊണ്ട് ഈ വസ്ത്രമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടതായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു ജ്ഞാനം അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്, അവരെ നിറച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. അപ്പം ജ്ഞാനാത്മാവ് എന്ന് പറയപ്പെടുന്ന ഒരു വരം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ നിറച്ചിരിക്കുന്ന ആ വരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജ്ഞാനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതേ കാര്യം തന്നെ 35-ാം അധ്യായം 30-ാമത് വാക്യം. 35-ാം പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം 30 മുതലുള്ള വാക്യം അല്ലെങ്കിൽ 30. എന്നാൽ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നോക്കുവിൻ, യഹോവ യഹൂദാ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു? അടുത്ത വാക്യം, കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണിയും ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. അപ്പോൾ ബെസലേലിനെ കൊത്തുപണികളൊക്കെ ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്തുകൊണ്ട് പണി ചെയ്യുവാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണികളും ചെയ്യുവാനും ദിവ്യാത്മാവിനാൽ ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഈ ജ്ഞാനത്താൽ അല്ലെങ്കിൽ പഴയ നിയമം പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിലതരയ്ക്കുന്ന ആത്മാവിൻ്റെ ചില വ്യത്യസ്ത രീതിയിലുള്ളൊരു ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുന്നു. അങ്ങനെ ഈ ആത്മാവ് തൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ താൻ പ്രവർത്തിക്കപ്പെടുമ്പോൾ, മുമ്പേ പറഞ്ഞതുപോലെ കരണ്ട് പ്രവർത്തിക്കുന്നത് പോലെ ഈ ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടാകുമ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് കൗശലപ്പണി ചെയ്യുവാനും മരത്തിന്മേൽ കൊത്തുപണികൾ ചെയ്യുവാനും അങ്ങനെ ഒരു അറിവ്, സ്വർഗത്തിൽ നിന്നുള്ള ഒരു അറിവ് ഇവർക്ക് കൊടുത്തത് കൊണ്ട് ഇതെല്ലാം
ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ പണിയുവാൻ അവർക്ക് ബുദ്ധി കൊടുത്തതായിട്ടും ജ്ഞാനം കൊടുത്തതുമായിട്ടും അവിടെ വായിക്കുന്നു. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ജ്ഞാനാത്മാവ് എന്നൊക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊരു വാക്യം കൂടി നമുക്ക് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 28-ാമത് വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 28-ാമത് വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേലൊക്കെയും കേട്ടു. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം രാജാവിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. ഇത് പ്രാരംഭ ക്ലാസ്സിൽ, ആദ്യത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ച ഒരു വിഷയമാണ്. ഈ ദൈവഭക്തിയോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചത് വേദപുസ്തകത്തിൽ 2 മഹാജ്ഞാനികളുണ്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു. ഒന്ന് ജ്ഞാനികളെ ജ്ഞാനീകരിക്കുന്ന ശലോമോൻ, 2 അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എന്ന് അങ്ങനെ പറയാനിടയിൽ തീർന്നു. അതിൽ ജ്ഞാനികളായിരിക്കുന്ന ശലോമിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വപ്നത്തിൽ യഹോവയായിരിക്കുന്ന ദൈവം പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടമുള്ള വരം ചോദിക്കാൻ പറഞ്ഞു. ചോദിച്ചു. വരം നാം ആഗ്രഹിക്കുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതായിരിക്കുന്ന കഥ അനുസരിച്ചുള്ള കാര്യങ്ങളൊന്നുമല്ല അവിടെ ചിന്തിച്ചത് അല്ലെങ്കിൽ താൻ ചോദിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഈ മഹാസമുദ്രം പോലെ ബൃഹത്തായിരിക്കുന്ന ഈ ജനസമൂഹത്തെ വിവേകത്തോടെ ഭരിക്കുവാൻ വേണ്ടിയിരിക്കുന്ന വിവേകമുള്ള ഒരു ഹൃദയം മാത്രം എനിക്ക് തന്നാൽ മതിയെന്ന് ദൈവത്തോട് പറഞ്ഞതുകൊണ്ട് ദൈവം അത് അറിഞ്ഞ് കൊടുക്കുവാനിടയത്തിരുന്നു, അവനെ അനുഗ്രഹിക്കുവാനിടയത്തിരുന്നു. ഇനി മേലാൽ നിനക്ക് മുമ്പ് ഇത്രയും നിനക്ക് സമനാകാൻ ആരും ഉണ്ടായിട്ടുമില്ല, ഇനി മേലാൽ ഒട്ടും ഉണ്ടാകത്തുമില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. മാത്രമല്ല ഇതെല്ലാം ദൈവത്തിന് ഇഷ്ടമായിരുന്നു കൊണ്ട് ബാക്കിയുള്ള നീ ചോദിക്കാത്തതായിരിക്കുന്ന സമ്പത്തും എല്ലാം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിക്കുവാനിടയത്തിരുന്നു. ദൈവം അറിഞ്ഞത് കൊടുക്കുവാനിടയത്തിരുന്നു. ദൈവസന്നിധിയിൽ നമ്മളും അങ്ങനെ പല കൃപയ്ക്കനുസരിച്ച്, ദൈവകൃപയനുസരിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പെടുത്താൽ, പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കൃപയനുസരിച്ച് ദൈവം നമ്മെ അനുഗ്രഹിക്കാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളതാണ് ഒരു ആത്മീയ ദൂത് പറയാനുള്ളത്. അങ്ങനെയെങ്കിൽ ആ ജ്ഞാനം പ്രാപിച്ച ആ രാജാവിൻ്റെ ഒരിക്കൽ അടുത്ത ഖണ്ഡിക നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 16-ാമത് വാക്യം മുതൽ നാം ഒരു സംഭവം അവിടെ കാണുകയാണ്. വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന 2 സ്ത്രീകൾ ഈ ശലോമോൻ രാജാവിൻ്റെ ഒരിക്കൽ വരുന്നു. അവർ 2 പേരും ചില കാര്യങ്ങൾ രാജാവിനോട് പറയുവാനെടുക്കുന്നു. ഒരാൾ ആദ്യം പറഞ്ഞു, ഞങ്ങൾ 2 പേരും ഒരു വീട്ടിൽ താമസിക്കുന്നു. ഞങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിൽ 2 പേരും ഓരോ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനിടയിൽ തീർന്നു. 2 പേർക്കും ഓരോ കുഞ്ഞിനെ കിട്ടി. എന്നാൽ രാത്രി സമയത്ത് അവർ കിടന്നുറങ്ങിയ നിമിഷത്തിൽ ഒരാൾ പറയുകയാണ്, അവളുടെ കുഞ്ഞിൻ്റെ മേൽ കിടന്നതുകൊണ്ട് ആ കുഞ്ഞ് മരിച്ചുപോയി. അർദ്ധരാത്രി ആയപ്പോൾ അവളത് മനസ്സിലാക്കിയപ്പോൾ ആ മരിച്ചുപോയ കുഞ്ഞിനെ എടുത്ത് മറ്റേ സ്ത്രീയുടെ സഹോദരിയുടെ സൈഡിലും ജീവനുള്ള കുഞ്ഞിനെ അവളുടെ സൈഡിലും കൊണ്ട് കിടത്തി. ഇപ്പോൾ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ പരിശോധിച്ചപ്പോൾ ഒരു കുഞ്ഞ് മരിച്ചിരിക്കുന്നു. അപ്പോൾ മരിച്ച കുഞ്ഞ് അത് എൻ്റെ അല്ല, മറ്റവളുടെയാണെന്നും മറ്റേയാൾ പറയുന്നു എൻ്റെ അല്ല അവളുടേതാണെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പം ജീവനുള്ള കുഞ്ഞിന് വേണ്ടി ഇവർ തർക്കം ഉണ്ടാകുവാനിടയായിത്തീർന്നു. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കുഞ്ഞ് എൻ്റെയാണ് എന്നുള്ളതാണ് വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് രാജാവിൻ്റെ പക്കൽ വരുവാനിടയായിത്തീർന്നു. രാജാവ് എന്താണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 2 പേരുടെയും വാദപ്രതിവാദങ്ങൾ രാജാവിൻ്റെ മുമ്പിൽ നിന്നിങ്ങനെ നടന്നപ്പോൾ എന്താ സംഭവിച്ചത്? പെട്ടെന്ന് തന്നെ രാജാവ് ഒരു ഓർഡർ കൊടുത്തു, ആരവിടെ ഒരു വാൾ കൊണ്ടുവരുവിൻ. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ കുഞ്ഞിനെ നേരെ നടുവെ പിളർന്ന് നേർപകുതി ഒരാൾക്കും അത് മറ്റേ പകുതി മറ്റവൾക്കും കൊടുക്കാനെന്ന് പറഞ്ഞു. രാജാവ് ഓർഡർ ഇടുവാനിടയായിത്തീർന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ നല്ലത്, അതുകൊണ്ട് രാജാവ് തിരുമനസ്സേ എൻ്റെ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തേക്ക് എന്നത് ഒരു സ്ത്രീ പറയാനുണ്ടായിത്തീർന്നു. എന്നാൽ മറ്റവൾ അങ്ങനെയല്ല, അതെ എനിക്കും വേണ്ട നിനക്കും വേണ്ട, അതുകൊണ്ട് കുഞ്ഞിനെ പിളർക്കട്ടെ, ഒന്ന് എനിക്കും പകുതി നിനക്കും തരട്ടെ എന്ന് പറഞ്ഞ് അവൾ പറയുവാനിടയായിത്തീർന്നു. ചുരുക്കി പറഞ്ഞാൽ രാജാവ് വിധി കൽപ്പിക്കുവാനിടയായിത്തീർന്നു. അത് ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, അത് അവൾക്ക് കൊടുത്തേക്കാൻ പറഞ്ഞ സ്ത്രീ ആരാണോ
അതാണ് കുഞ്ഞിൻ്റെ യഥാർത്ഥ മാതാവ് എന്ന് രാജാവ് വിധി കൽപ്പിക്കുവാനിടയെത്തുന്നത്. ഈ വിധിയെക്കുറിച്ചാണ് ഇവിടെ നാം വായിച്ചു കേട്ടിരിക്കുന്നത്. എന്താ വിധി അവിടെ ഇരിക്കുന്നത്? 28-ാമത് വാക്യത്തിൽ വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേലൊക്കെയും കേട്ടു. അല്ലെങ്കിൽ ഇസ്രായേലിലെ എല്ലാ ജനങ്ങളും ഒട്ടുമിക്ക പേരുകളും അത് കേട്ട് ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് രാജാവിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ രേഖപ്പെടുത്തി ഭയപ്പെട്ടു എന്ന് വായിക്കുന്നു. അപ്പോൾ രാജാവ് കൽപ്പിച്ച വിധിയൊക്കെയും കേട്ടിട്ട് ന്യായപാലനം ചെയ്ത ദൈവത്തിൻ്റെ ജ്ഞാനം അവൻ്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്ന കാരണം ഉയരത്തിലെ ജ്ഞാനം, ദൈവം അറിഞ്ഞു കൊടുത്തതായിരിക്കുന്ന ആ ജ്ഞാനം അത് ശലോമോൻ പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? എൻ്റെ ഒരു ഭാവനയിൽ പറഞ്ഞാൽ വെറും 5 മിനിറ്റ് പോലും എടുത്തൊന്നുമില്ല, അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് അതിന് വിധി കൽപ്പിക്കുവാൻ ഇടയായി തീർന്നതിൻ്റെ സാരാംശം, അതിൽ പ്രകടമായിരുന്ന വസ്തുത എന്ന് പറയപ്പെടുന്നത് എന്താണ്? ഉയരത്തിലെ ജ്ഞാനം, ദൈവം കൊടുത്തതായിരിക്കുന്ന ജ്ഞാനം താൻ പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതിന് ഒരു 5 മിനിറ്റ് കൊണ്ട് വിധി കൽപ്പിക്കുവാനിടയായി തീർന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ അതിന് വിധി കൽപ്പിക്കണം എന്തെല്ലാം ടെസ്റ്റുകൾ, പരിശോധനകൾ നടത്തണമായിരുന്നു, എന്നാലേ അതിനൊരു വിധി കൽപ്പിക്കാൻ പറ്റത്തുള്ളതുകൊണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിച്ചു ധരിക്കുന്ന ശലോമോന് വെറും 5 മിനിറ്റ് കൊണ്ട് അതിന് വിധി കൽപ്പിക്കാൻ ഇടയായി തീർന്നതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ ജ്ഞാനാത്മാവിനാൽ നിറച്ചിരിക്കുന്നത് കൊണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ജ്ഞാനാത്മാവ്, ദൈവഭാഗത്തുനിന്ന് വരുന്ന ഈ ആത്മാവിനെ അല്ലെങ്കിൽ ആ ജ്ഞാനത്തെ നാമം അത് കരസ്ഥമാക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം, ഈ വാക്യത്തെക്കുറിച്ചൊക്കെ ഞാൻ വിവരിക്കാൻ സമയത്തിൻ്റെ കുറവ് ഉണ്ട്. ഞാൻ ഓടിച്ചെന്ന് പറയുന്നു 1-2 വാക്യം. ദൈവത്തിൻ്റെ ജ്ഞാനം, റോമാലേഖനം 11-ാം അധ്യായം 33-ാമത് വാക്യം. റോമർ 11-33 വാക്യം. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു എന്നുള്ള രേഖപ്പെടുത്തി. ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനമാകുന്നു ഏത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വരം എന്ന് പറയപ്പെടുന്നത്. അടുത്തതായിട്ട് ചിന്തിക്കുമ്പോൾ അതിൻ്റെ സബ് ഹെഡിങ്ങാണ്, ഈ ജ്ഞാനാത്മാവിൻ്റെ സബ് ഹെഡിങ്ങാണ്. 1, അത് ദൈവത്തിൻ്റെ ജ്ഞാനം ആകുന്നു. 2, അത് ക്രിസ്തുവിൻ്റെ ജ്ഞാനമാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 54-ാമത് വാക്യം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 54-ാമത് വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 53 മുതൽ വായിക്കുമ്പോൾ, ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തൻ്റെ പിതൃനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു, ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകൻ അല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നിവർ അല്ലയോ? ഇവൻ്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ? ഇവന് ഇത് ഒക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി എന്ന് വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ യേശു ഉപമകളാലൊക്കെ പറഞ്ഞ് തീർന്ന ശേഷം യേശു തൻ്റെ പിതൃനഗരത്തിൽ വന്നു എന്നുള്ളവരൊക്കെ പറഞ്ഞു. അവർ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ച നിമിഷത്തിൽ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും ആത്മീയ വശങ്ങളെക്കുറിച്ചും ന്യായപ്രമാണത്തെക്കുറിച്ചുമൊക്കെ ഉപദേശിക്കുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ ഈ ജ്ഞാനമെല്ലാം ഇവൻ എവിടെ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്? ഇവൻ ആ യോസഫിൻ്റെ തച്ചനായിരിക്കുന്ന യോസഫിൻ്റെ മകനല്ലേ? ഈ ആ മറിയയുടെ മകനല്ലേ? ഇവൻ്റെ സഹോദരന്മാരല്ലേ? ഇന്ന ആൾക്കാർ, ചില സഹോദരിമാരും ഉള്ളതായിട്ട് അവിടെ വായിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ കുടുംബത്തിൽ നിന്നുള്ള ഇവന് എവിടെ നിന്ന് കിട്ടി ഈ ജ്ഞാനം എന്നുള്ളതിനെക്കുറിച്ച് അവരെ അതിശയിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇത് ക്രിസ്തുവിൻ്റെ ജ്ഞാനം എന്നാണ് ഇതിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേര്, ക്രിസ്തുവിൻ്റെ ജ്ഞാനം. അത്രത്തോളം വിസ്മയമായിട്ട് അവർക്ക് അത് തോന്നുവാനിടയായി തീർന്നു. അതാണ് അവിടെ ക്രിസ്തുവിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമാക്കുന്നത്. അടുത്തായിട്ട് ഇത് ഒരു ആത്മീക ജ്ഞാനമാണ്. ആത്മീക ജ്ഞാനം, കൊലോസ്യലേഖനം 1-ാം അധ്യായം അതിൻ്റെ 28-ാമത് വാക്യം. ആത്മീക ജ്ഞാനം എന്താണ് ആത്മീക ജ്ഞാനം എന്നോട് ഉദ്ദേശിക്കുന്നത്? പൗലോസ് രേഖപ്പെടുത്തുന്ന കൊലോസ്യലേഖനം 1-ന്റെ 28-ാമത് വാക്യം.
ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും വേണം. അപ്പോൾ ഏത് മനുഷ്യനെയും, അതായത് ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവഭാഗത്തു നിന്നും ഈ ജ്ഞാനാത്മാവ് പ്രാപിച്ചിരിക്കുന്ന, ദൈവകൃപയാൽ കരസ്ഥമാക്കിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അനേക ജീവിതങ്ങളെ ഏത് മനുഷ്യനോടും ചെന്ന് ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് അവരോട് പറയണമെങ്കിൽ ഈ പരിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ഈ ആത്മീയ ജ്ഞാനം പ്രാപിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് 1, 2, 3 പോയിൻ്റ് കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് നീതീകരിക്കുന്ന ജ്ഞാനം. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 35-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു: ജ്ഞാനമോ തൻ്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനമോ തൻ്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീതീകരിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ജ്ഞാനം എന്ന് പറയപ്പെടുന്നത്. അവിടെ ഇത് വിവരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നീട് ഈ വിഷയങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ അപ്പോൾ എടുക്കാൻ താല്പര്യപ്പെടുന്നു. നീതീകരിക്കുന്ന ജ്ഞാനം. അടുത്തത് ഈ ലോകത്തിൻ്റെ ജ്ഞാനം. 1 കൊരിന്ത്യർ ലേഖനം 3-ന്റെ 18-ാമത് വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത് വാക്യം. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. അപ്പം ഈ ലോകത്തിലെ ജ്ഞാനം, ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ എന്ന് പറയുന്നു. 1 കൊരിന്ത്യർ ലേഖനം ഒരു വാക്യം കൂടെ 1-ാം അധ്യായം 20-ാമത് വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 20-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു: ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇവിടെ എല്ലാം ലോകത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയ ലോകത്തിനൊരു ജ്ഞാനമുണ്ട്. ആ ലോകത്തിൻ്റെ ജ്ഞാനം പ്രാപിക്കാനല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് ഉയരത്തിലുള്ള ജ്ഞാനം, ദൈവഭാഗത്തു നിന്നുള്ള ജ്ഞാനത്തെക്കുറിച്ച് പ്രാപിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ഭാഗം കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വായിക്കാം. അടുത്ത പോയിൻ്റ് എഴുതേണ്ടത് ഉയരത്തിലെ ജ്ഞാനം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 13-ാമത് വാക്യം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 13-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസയ്ക്കുകയും ഭോഷ്ക് പറയുകയുമരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. അപ്പോൾ ഇവിടുത്തെ അർത്ഥം മൊത്തം വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സമയത്തിൻ്റെ കുറവുണ്ട്. ഇന്ന് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അടുത്തായിട്ട് എഴുതുന്നത് ഉയരത്തിലെ ജ്ഞാനം. ഇത് എവിടെ നിന്ന് കിട്ടുന്നതാണ് ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഉയരത്തിൽ നിന്നും ദൈവഭാഗത്തു നിന്നും ലഭിക്കുന്നതായിരിക്കുന്ന ജ്ഞാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ വായിച്ച് നിർത്തിയിരിക്കുന്നത് ഉയരത്തിലെ ജ്ഞാനമാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല നാം പ്രാപിക്കേണ്ടത്,
ഉയരത്തിലെ ജ്ഞാനം പ്രാപിക്കുന്നവരായി തീരണം. ഈ ജ്ഞാനം എങ്ങനെ ലഭിക്കും? ഒരു വാക്യം കൂടെ വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം. യാക്കോബ് 1:5. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. അപ്പോൾ നാം ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജ്ഞാനം എന്ന് പറയപ്പെടുന്നത് അതെങ്ങനെ ലഭിക്കും? അതോടെ പറഞ്ഞാൽ ഈ വിഷയത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരികയുള്ളൂ. ജ്ഞാനം എങ്ങനെ ലഭിക്കും? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആൻസർ എങ്ങനെയാണ്? യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിച്ചിരിക്കുന്നത്, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭത്സിക്കാതെ, അവനെ ഭത്സിക്കുകയോ അവന് വഴക്ക് പറയുകയോ അങ്ങനെയൊന്നും എതിർക്കാതെ ചെയ്യേണ്ടത് എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. അപ്പം എല്ലാവർക്കും ദൈവം എല്ലാവർക്കും കൊടുക്കുന്ന, അല്ലേ, ഔദാര്യം എല്ലാവർക്കും ഔദാര്യമായി എന്ന് പറഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായ ദൈവത്തോട് യാചിക്കട്ടെ. അപ്പോൾ യാചിക്കുമ്പോൾ ദൈവം നമുക്ക് എന്ത് ചെയ്തു? അപ്പോൾ അവന് ലഭിക്കും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാം ചെയ്യേണ്ടത്, കർത്താവ് എനിക്ക് ഈ ജ്ഞാനത്തെ പ്രാപിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉയരത്തിലേക്ക് നോക്കുക. ഉയരത്തിലെ ജ്ഞാനം നാം പ്രാപിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഉയരത്തിൽ നിന്നും അത് നമ്മൾ അപേക്ഷ കേട്ട് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധി നമ്മൾ യാചിക്കുമ്പോൾ ദൈവഭാഗത്തു നിന്ന്, ഉയരത്തിൽ നിന്ന് നമുക്ക് ഈ ജ്ഞാനത്തെ നമുക്ക് പകർന്നു തരുവാനായിട്ടിടയായി തരും. അതിനുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ആ കൃപയ്ക്ക് വേണ്ടി നാം യാചിക്കുകയും ചെയ്യുമ്പോൾ ഈ ജ്ഞാനത്തെയൊക്കെ നമുക്ക് പ്രാപിക്കുവാനിടയായി തരും. അതുകൊണ്ട് ഇന്ന് ഈ ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് ഉള്ള ആത്മീയമായി എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്. ദൈവാത്മാവിൻ്റെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ജ്ഞാനം എന്നുള്ളത്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അതിൻ്റെ 2-ാമത്തെ പദമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. എന്താണ് ജ്ഞാനം? അതെന്താണ്? അത് ദൈവാത്മാവിൻ്റെ ഒരു ഘടകമാണ്. സഭയ്ക്ക് കൊടുത്ത കൃപാവരങ്ങളിലൊന്നാണ്. അതൊരു ജ്ഞാനാത്മാവാണ്. അത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അത് ക്രിസ്തുവിൻ്റെ ജ്ഞാനമാണ്. അത് ആത്മീയ ജ്ഞാനമാണ്. അത് മാത്രമല്ല അത് നീതീകരിക്കുന്നതാണ്. പിന്നെ അത് ഉയരത്തിലെ ജ്ഞാനമാണ്. ഇതാണ് പോസിറ്റീവായിട്ട് ചിന്തിച്ചത്. ഇടയ്ക്ക് ഒരു വാക്യം നാം ചിന്തിച്ചു, അത് ഈ ലോകത്തിൻ്റെ ജ്ഞാനമുണ്ട്. എന്നാൽ ആ ഈ ലോകത്തിൻ്റെ ജ്ഞാനം പ്രാപിക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രത്യേകത ഉയരത്തിലെ ജ്ഞാനം പ്രാപിക്കണം. അതിന് എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ അത് യാചിക്കുമ്പോൾ ഭത്സിക്കാതെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അതിനകത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവത്തോട് യാചിച്ചാൽ ഔദാര്യമായി കൊടുക്കുന്ന ഒരു ദൈവം നമ്മുടെ ഉയരത്തിൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയുണ്ട്. ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു ചെല്ലാം. ഈ ജ്ഞാനത്തെ നമുക്ക് പ്രാപിക്കുവാൻ കർത്താവ് കൃപയാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ ഇടയായിത്തരും. ആ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം എന്നുള്ള ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമാറട്ടെ. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കുന്നതായിരിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്കി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ലതും മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവചന പഠനത്തുള്ള ബന്ധത്തിൽ അല്പനിമിഷം ദൈവസ്ഥലെല്ലാം ഞങ്ങളായിരുന്നു. കേട്ടതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ തൃക്കലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് അവരുടെ ജീവിതത്തിൽ പ്രയോജനമായി തീരാൻ കർത്താവിനെ സഹായിക്കണം. സംസാരിക്കാൻ അടിയനെ ബലപ്പെടുത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത്രത്തോളം കർത്താവെ നീ സംസാരിക്കുന്ന ഇടയാത്തീർന്നതിനെ സ്തോത്രം ചെയ്യുന്ന ദൈവനാമം മഹത്വമെടുക്കണം. പ്രാർത്ഥികടികൾ സ്തോത്രം സകലതും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.